വയനാട്ടിലെ ദുരന്തഭൂമിയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അൺസേഫ് ആയിട്ടുള്ള ഏരിയ ഇരുവശത്തുണ്ട്. അതിന് ചില്ലറ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് വയ്ക്കണം. ഞങ്ങളിപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കി ഏതാണ് സേഫ് ഏതാണ് അൺസേഫ് എന്നുള്ളതിൻ്റെ ഇത് വരച്ച് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഡിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് സർക്കാരിന് സമർപ്പിക്കും. ഞാൻ കൃത്യമായിട്ട് ഒരു വീട് രണ്ട് വീടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ പുഞ്ചിരി മട്ടത്തിൻ്റെ ആ വീടുകൾ ഇരിക്കുന്ന ഭാഗം, പുഴയോട് ചേർന്ന ഭാഗം, അത് ആപൽക്കരമായ സ്ഥിതിയാണ്. അവിടെ ഇനി ഒരു വീട് അവിടെ നിപ്പുണ്ട്, അതിനകത്ത് താമസിക്കണോ, അത് താമസിക്കാതിരിക്കുന്നതായിരിക്കും ദീർഘകാല ചിന്തയിൽ നല്ലത്. ഇപ്പം താൽക്കാലികമായിട്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. മാത്രമല്ല, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു പ്രദേശത്ത് ശക്തമായ ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഉടനെ ഒരു വലിയ ഉരുൾപൊട്ടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞാലേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വാലിക്ക്, ഈ പുഴയോട് ചേർന്നുള്ള അതിൽ മേളിൽ നിന്നുള്ള മണ്ണെല്ലാം വന്ന് ശേഖരിച്ച് അടിഞ്ഞൊരു പൊക്കം വരണം. ഇപ്പോൾ ഉള്ളതെല്ലാം പോയി. ഈ പൊക്കം വരാനായിട്ട് ഇനി സമയമെടുക്കും. ആ സമയം വരെ നമുക്കൊരു ബഫർ ടൈമുണ്ട്. പക്ഷേ ഇത് പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്, എന്തായാലും ഉണ്ടാകും. എല്ലാ പുഴകളും അപ്വേർഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരിതുണ്ട്. താഴെ നിന്ന് മുകളിലോട്ട് അതിൻ്റെ വീതി കൂടി വരുന്ന ഒരു പ്രക്രിയയുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പുഴയും അതേപോലെ ഇപ്പോൾ ഉള്ള വീതിയും മുൻപുള്ള വീതി ഇവിടെ നാട്ടുകാർക്ക് തന്നെ അറിയാം. മുമ്പുള്ള വീതിയും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടെന്ന്. ഇപ്പം വീതി കൂടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഇംഗ്ലീഷിൽ റൂം ഫോർ റിവർന്ന്, പുഴയ്ക്ക് അവകാശപ്പെട്ട അതിൻ്റെ സ്ഥലം അനുവദിക്കണം. അത് വലുതായെങ്കിൽ ആ വലുതായ സ്ഥലം അതിനെ അനുവദിച്ച് അത് അതിലേക്കൂടെ ഒഴുകിക്കോട്ടെ. ബാക്കി സ്ഥലമേ നമുക്ക് അവകാശപ്പെട്ടതുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചൂരൽമലയിൽ അതാണ് പറയുന്നത്, എവിടെയാണ് സേഫ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ആ പ്രദേശം വാസയോഗ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന അവിടെ തുടരുകയാണ്. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഇതുവരെയുള്ള നിഗമനങ്ങൾ ഏത് തരത്തിലാണ്, വിലയിരുത്തലുകൾ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുകയായിരുന്നു. സർക്കാരിന് ഉടൻ റിപ്പോർട്ട് കൈമാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. പുഞ്ചിരിമട്ടത്ത് ഇപ്പോഴും അപകട സാധ്യതയുണ്ട്, ഭാവിയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കണക്കാക്കി അവിടെ വാസയോഗ്യമാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സർക്കാരിന് അദ്ദേഹം വൈകാതെ തന്നെ റിപ്പോർട്ട് കൈമാറും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാവുക.